ഗുഡ് ഈവനിങ്. ഞങ്ങൾ വെസ്റ്റർഗാർഡ്സ് ഇക്വേഷനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അധികം ചോദിച്ചിട്ടില്ല. സോ വെസ്റ്റർഗാർഡ്സ് ഇക്വേഷൻ സിഗ്മ ഇസഡ് ഇസ് ഈക്വൽ ടു q by pi z square into 1 by 1 plus 2 into r by z the whole square the whole raised to 3 by 2. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ തന്നെ ബോസനസ് ഇക്വേഷനിൽ നമ്മൾ എഴുതിയതുപോലെ തന്നെ q by z square into iw എന്ന് എഴുതാം. അതായത് iw എന്ന് വെച്ചാൽ ബോസനസ് ഇൻഫ്ലുവൻസ് വെസ്റ്റർഗാർഡ്സ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്. അവിടെ ib ബോസനസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കമ്പാരിസൺ, ദാറ്റ് ഇസ് കമ്പാരിസൺ ബിറ്റ്വീൻ ബോസനസ് ഇക്വേഷൻ ആൻഡ് വെസ്റ്റർഗാർഡ്സ് ഇക്വേഷൻ. ബോസനസിൽ എങ്ങനെയായിരുന്നു അസ്യൂം ചെയ്തത്? നമ്മുടെ സോയിൽ ഐസോട്രോപ്പിക് ആണെന്നാണ് അസ്യൂം ചെയ്തിരുന്നത്. പക്ഷെ അതായത് ഐസോട്രോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷൻസിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തെയും പ്രോപ്പർട്ടി സെയിം ആണ്, അതാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. പക്ഷെ വെസ്റ്റർഗാർഡ് അസ്യൂം ചെയ്യണത് സ്ട്രാറ്റിഫൈഡ് കണ്ടീഷനാണ് അസ്യൂം ചെയ്യണത്. അതായത് ലെയർ ബൈ ലെയർ ആണ് സോയിൽ ശരിക്കും പ്രാക്ടിക്കലി പറയുവാണെങ്കിൽ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ പോലും അല്ല, ഒരു പോയിന്റിലെ പ്രോപ്പർട്ടിയും വേറൊരു പോയിന്റിലെ പ്രോപ്പർട്ടിയും തമ്മിൽ വേരിയേഷൻ ഉണ്ടാവും. സോ വെസ്റ്റർഗാർഡ് അസ്യൂം ചെയ്യുന്നത് സ്ട്രാറ്റിഫൈഡ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റർഗാർഡ് കണ്ടീഷൻ ഈസ് ക്ലോസർ ടു ഫീൽഡ് കണ്ടീഷൻസ്. പക്ഷെ കൂടുതലും എഞ്ചിനീയേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ബോസനസ് ഇക്വേഷൻ ആണ്. കാരണം സെറ്റിൽമെന്റ് നമ്മൾ ആ ഇക്വേഷനിൽ, അതായത് ബോസനസ് ഇക്വേഷനിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന സെറ്റിൽമെന്റ് കുറച്ചും കൂടി കൺസർവേറ്റീവ് വാല്യൂസ്, കുറച്ചും കൂടി അക്യുറേറ്റ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലോസർ വാല്യൂസ് ആണ് നമുക്ക് തരുന്നത്. സോ ഇത്രയാണ് സ്ട്രെസ്സസ് ഡ്യൂ ടു പോയിന്റ് ലോഡ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലാറ്ററൽ എർത്ത് പ്രഷർ. അപ്പൊ ഞാൻ നേരത്തെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി പറഞ്ഞായിരുന്നു, നമുക്കൊരു സ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റീപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റർ ആയിട്ടോ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഫ്ലാറ്റർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് സേഫ് ആയിരിക്കും എന്തായാലും. പക്ഷെ എന്താണ്, എക്കണോമിക്കൽ ആയിരിക്കില്ല, കാരണം ലാൻഡ് അവൈലബിലിറ്റി കൂടുതൽ വേണം. പക്ഷെ ഡ്യൂ ടു അൺഅവൈലബിലിറ്റി ഓഫ് ലാൻഡ് നമ്മൾ എപ്പോഴും സ്റ്റീപ്പർ ആയിട്ടാണ് സ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവാൻ ചാൻസസ് കുറവാണ്. സോ ആ ഒരു സ്ലോപ്പിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ സോയിലിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യാം ആ സ്ലോപ്പിംഗ് ഏരിയയിൽ. അപ്പൊ ആ റീറ്റെയിനിങ് വാൾ റീറ്റെയിൻ ചെയ്യുന്ന സോയിലിനെയാണ് ബാക്ക് ഫിൽ എന്ന് പറയുന്നത്. ഇനി ഈ റീറ്റെയിനിങ് വാളില് ഈ ബാക്ക് ഫിൽ, അതായത് റീറ്റെയിനിങ് വാളിന്റെ ബാക്കിൽ റീറ്റെയിൻ ചെയ്യുന്ന സോയില് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും, അതായത് ഒരു ഹൊറിസോണ്ടൽ പ്രഷർ റീറ്റെയിനിങ് വാളിലോട്ട് എക്സേർട്ട് ചെയ്യും. ആ പ്രഷറിനെയാണ് ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. Okay, this is the pressure exerted by the backfill. Backfill and the retaining wall retain ചെയ്യുന്ന soil ആണ് backfill. On the back of the wall is called lateral earth pressure. The magnitude of the earth pressure is a function of the magnitude and the nature of the absolute and relative movements of the soil and the structure. അപ്പോൾ ഈ എർത്ത് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മൂവ്മെന്റ് ഓഫ് സോയിൽ ആൻഡ് സ്ട്രക്ചർ, അതിനെയാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് രണ്ട് രീതിക്ക് മൂവ് ചെയ്യാം. അതായത് ആക്റ്റീവ് എർത്ത് പ്രഷർ ഉണ്ട്. ശരിക്കും 3 ടൈപ്സ് ഓഫ് എർത്ത് പ്രഷർ ആണ് ഉള്ളത്: ആക്റ്റീവ്, പാസീവ് ആൻഡ് അഡ്രസ്ഡ് എർത്ത് പ്രഷർ. അതിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റീറ്റെയിനിങ് വാൾ മൂവ്സ് എവേ ഫ്രം ദി ബാക്ക് ഫിൽ. അതായത് ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് കാണിച്ചേക്കണ കണ്ടോ, ഈ ഫിഗറിൽ നിന്ന് പഠിച്ചാൽ മതി. റീറ്റെയിനിങ് വാൾ മൂവ്സ് എവേ ഫ്രം ദി ബാക്ക് ഫിൽ. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെയുള്ള സോയില് എക്സ്പാൻഡ് ചെയ്യും, കാരണം കുറെ സ്പേസ് വന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അവിടുത്തെ ഡെൻസിറ്റി കുറയുക ചെയ്യുന്നത്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്താ, ആ മിനിമം വാല്യൂ ഓഫ് എർത്ത് പ്രഷറിനെയാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഈ പാസീവ് എർത്ത് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീറ്റെയിനിങ് വാൾ വിൽ മൂവ്സ് ടുവാർഡ്സ് ദി ബാക്ക് ഫിൽ. അതായത് അതിനെ കംപ്രസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ കൂടും. ദാറ്റ് മാക്സിമം വാല്യൂ ഓഫ് എർത്ത് പ്രഷർ ഈസ് നോൺ ആസ് പാസീവ് എർത്ത് പ്രഷർ. ഈ രണ്ട് കേസിലും സോയിൽ ഈസ് ഇൻ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം. പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് റാങ്കൈൻസ് എർത്ത് പ്രഷർ തിയറിയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ഓഫ് ദ സോയിൽ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അഡ്രസ്ഡ് എർത്ത് പ്രഷർ അതും കൂടി ഉണ്ട്. അത് കോമൺ ആയിട്ട് വരുന്ന ഈ ആക്റ്റീവും പാസീവും ആണ് റാങ്കൈൻസ് തിയറിയിൽ പറയുന്നത്. അഡ്രസ്ഡ് എർത്ത് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിനിങ് വാളിന് ഒരു മൂവ്മെന്റും ഇല്ല, അല്ലെങ്കിൽ സോയിലിന് ഒരു മൂവ്മെന്റും ഇല്ല, റീറ്റെയിനിങ് വാളിന് ഒരു മൂവ്മെന്റും ഇല്ല. ഇലാസ്റ്റിക് ഇക്വിലിബ്രിയത്തിലാണ് അവിടെ സോയിൽ ഉള്ളത്. അപ്പൊ എന്താ എഫക്ട് ഓഫ് വാൾ മൂവ്മെന്റ് ഓൺ എർത്ത് പ്രഷർ, അതായത് ഞാൻ പറഞ്ഞു ഏറ്റവും മിനിമം വാല്യൂ ആണ് ആക്റ്റീവ് എർത്ത് പ്രഷർ, ഏറ്റവും മാക്സിമം വാല്യൂ എർത്ത് പ്രഷർ ആണ് പാസീവ് എർത്ത് പ്രഷർ. ഇതിന് രണ്ടിന്റെ ഇടയ്ക്കാണ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. സോ മൂവ്മെന്റ് ഒന്നുമില്ല എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റില്. മൂവ്മെന്റ് എവേ ഫ്രം ദ ബാക്ക് ഫിൽ ആണെങ്കിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ,
ടുവാർഡ്സ് ദി ബാക്ക്ഫിൽ ആണെങ്കിൽ പാസീവ് എർത്ത് പ്രഷർ. സോ ഇത് പഠിക്കാം. അതായത് ഇതിന്റെ ഓർഡർ എങ്ങനെയാണിത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും രീതിയിൽ ചോദിക്കാം. ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ് ഏറ്റവും ലീസ്റ്റ്, പിന്നെ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, പിന്നെ പാസീവ് എർത്ത് പ്രഷർ. അതൊന്ന് ഓർത്ത് വെക്കുക. അത് ചോദിക്കാറുണ്ട് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ. ഇനി റാങ്കൈൻ സീറോ എർത്ത് പ്രഷർ, അവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആക്റ്റീവ് എർത്ത് പ്രഷർ പാസീവ് എർത്ത് പ്രഷർ അതായത് KA KP വരുന്നത്. കൂളംസ് തിയറിയും കൂടി ഉണ്ട്, അതിലും ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറും വരുന്നുണ്ട്. സോ നമ്മൾ റാങ്കൈൻ അസ്യൂം ചെയ്യുന്ന അതൊന്ന് പഠിച്ചു വെക്കുക. കാരണം ഒന്ന് നമുക്ക് അറിയാവുന്നതാണ്, ഐസോട്രോപിക് ആണ്, ഹോമോജീനിയസ് ആണ്, പിന്നെ കോക്ഷൻലെസ് ആണ്. സോ ഇത് എന്തായാലും എല്ലാ അസംഷൻസിലും വരുന്നതാണ്. പിന്നെ സോയിൽ ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോയിൽ ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ഡ്യൂറിങ് ആക്റ്റീവ് ആൻഡ് പാസീവ് എർത്ത് പ്രഷർ കണ്ടീഷൻസ്. Then the rupture surface is a planar surface which is obtained by considering the plastic equilibrium of the soil. Plastic equilibrium എന്ന് ഓർത്താൽ മതി. പിന്നെ ബാക്ക്ഫിൽ സർഫസ് ഹൊറിസോണ്ടൽ ആണ്, ബാക്ക് ഓഫ് ദി വാൾ വെർട്ടിക്കൽ ആണ്, ദെൻ ബാക്ക് ഓഫ് ദി വാൾ സ്മൂത്ത് ആണ്. അതായത് ഫ്രിക്ഷൻ ഒന്നുമില്ല. ഈ സോയിലും റിട്ടൈനിങ് വാളും തമ്മിലുള്ള ഫ്രിക്ഷൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ കൂളംസ് തിയറിയിൽ അങ്ങനെയല്ല. നമ്മൾ കൂളംസ് തിയറിയിൽ ആ ഫ്രിക്ഷൻ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ റാങ്കൈൻ തിയറിയിൽ മെയിൻലി നോക്കേണ്ടത് പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയവും അതുപോലെ ബാക്ക് ഓഫ് ദി വാൾ ഇസ് വെർട്ടിക്കൽ ആൻഡ് സ്മൂത്ത്, അതുപോലെ ബാക്ക്ഫിൽ സർഫസ് ഹൊറിസോണ്ടലും ആണ്. ഇനി ആക്റ്റീവ് എർത്ത് പ്രഷർ ഓഫ് കോക്ഷൻലെസ് സോയിൽ, റാങ്കൈൻ തിയറി വെച്ചിട്ടാണ്. ആക്റ്റീവ് എർത്ത് പ്രഷർ ഫോർ കോക്ഷൻലെസ് സോയിൽ ആകുമ്പോഴത്തേക്കും ഇത് K ആണ് കേട്ടോ. KA ഇൻറ്റു നമുക്കറിയാം സിഗ്മ വി എന്താണെന്ന് അറിയാം. നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ്, ടോട്ടൽ സ്ട്രെസ്, ഫോർവേഡ് പ്രഷർ ഒക്കെ പഠിച്ചില്ലേ? അതിൽ ഇവിടുത്തെ വെർട്ടിക്കൽ സ്ട്രെസ് എത്രയായിരിക്കും? ഗാമ എന്ന യൂണിറ്റ് വെയിറ്റ് ഉള്ള സോയിൽ ഈസ് എക്സിസ്റ്റിംഗ് അറ്റ് എ ഹൈറ്റ് ഓഫ് ഓർ ഡെപ്ത് ഓഫ് H. Then the vertical stress at this level will be equal to gamma into H. അങ്ങനെയാണെങ്കിൽ നമുക്ക് എർത്ത് പ്രഷറാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഹൊറിസോണ്ടൽ പ്രഷർ ആണ് എർത്ത് പ്രഷർ, ഇവിടെ ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ്. അപ്പൊ ആക്റ്റീവ് എർത്ത് പ്രഷർ വിൽ ബി ഈക്വൽ ടു ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് ഇൻറ്റു സിഗ്മ, അതായത് വെർട്ടിക്കൽ സ്ട്രെസ്. അപ്പോൾ എന്തെന്ന് വരും? KA ഇൻറ്റു ഗാമ ഇൻറ്റു H. ഗാമ ഇൻറ്റു H ആണ് വെർട്ടിക്കൽ സിഗ്മ, അത് ഇൻറ്റു ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഹൊറിസോണ്ടൽ സ്ട്രെസ് അല്ലെങ്കിൽ എർത്ത് പ്രഷർ കിട്ടും. ഇനി ടോട്ടൽ എർത്ത് പ്രഷർ എന്തായിരിക്കും? ടോട്ടൽ എർത്ത് പ്രഷർ വിൽ ബി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. സോ KA ഇൻറ്റു ഗാമ ഇൻറ്റു H ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഹൈറ്റ് ഓഫ് ഈ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ H ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു H ഇൻറ്റു KA ഇൻറ്റു ഗാമ H ആണ് ടോട്ടൽ എർത്ത് പ്രഷർ. അതായത് KA ഗാമ H²/2 വരും ടോട്ടൽ എർത്ത് പ്രഷർ. ആൻഡ് ദാറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് എവിടെയായിരിക്കും ആക്ട് ചെയ്യണത്? സെൻട്രോയിഡിലായിരിക്കും ആക്ട് ചെയ്യണത്. ആ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് എവിടെയാ? ട്രയാങ്കിൾ ആയതുകൊണ്ട് ബേസിൽ നിന്ന് H/3 ഡിസ്റ്റൻസിലായിരിക്കും ഇത് ആക്ട് ചെയ്യണത്. ഇനി ഇത് ഇൻവേർട്ടഡ് ആയിട്ടാണ് കിടന്നതെങ്കിൽ, അതായത് ഈ നേരെ തല തിരിഞ്ഞാണ് കിടന്നതെങ്കിൽ എങ്ങനെ വരും? ഇവിടെ വെർട്ടെക്സ് വന്നിരുന്നെങ്കിൽ ഈ ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? 2H/3 ഫ്രം ദ ബേസ്. അത് നമുക്ക് അറിയാവുന്നതാണ്. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എവിടെയാണ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി എഫക്റ്റ് ഓഫ് സബ്മേർജൻസ്, അതായത് വാട്ടർ ടേബിളിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സെയിം തന്നെയാണ് കണ്ടീഷൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് വാട്ടർ ടേബിൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാം എന്തായാലും വാട്ടർ പ്രഷർ അവിടെ വരും. അതായത് നമുക്ക് എന്തൊക്കെ രണ്ട് പ്രഷർ വരും. സിഗ്മ ഡാഷും നമ്മൾ, അതായത് സോയിലിന്റെ പ്രഷർ മാത്രമായിട്ട് നമ്മൾ എടുക്കണം, വാട്ടറിന്റെ പ്രഷർ മാത്രമായിട്ട് എടുക്കണം. അപ്പൊ സോയിലിന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ ഏതാ? സിഗ്മ ഡാഷ് ആണ്. സിഗ്മ ഡാഷ് എന്താ? ഗാമ ഡാഷ് ഇൻറ്റു H അല്ലെങ്കിൽ ഗാമ സബ് ഇൻറ്റു H ആണ് ഈ ബേസിൽ വരുന്നത്. സോ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുമ്പോൾ എന്ത് വരും? KA ഇൻറ്റു ഗാമ ഡാഷ് ഇൻറ്റു H പ്ലസ് വാട്ടർ പ്രഷർ എത്രയാണ് വരുന്നത്? ഗാമ W ഇൻറ്റു H ആണ് വാട്ടർ പ്രഷർ വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. വാട്ടർ പ്രഷറിൽ നമ്മൾ എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ആക്റ്റീവ് എർത്ത് പ്രഷർ ആയിക്കോട്ടെ പാസീവ് എർത്ത് പ്രഷർ ആയിക്കോട്ടെ നമ്മൾ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യില്ല എർത്ത് പ്രഷർ കണ്ടുപിടിക്കാൻ ഇൻ ദ കേസ് ഓഫ് വാട്ടർ പ്രഷർ. സോ സോയിലിന്റെ കേസിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു KA ഗാമ ഡാഷ് ഇൻറ്റു H പ്ലസ് ഗാമ W ഇൻറ്റു H വിൽ ബി ദി ആക്റ്റീവ് എർത്ത് പ്രഷർ അറ്റ് ദി ബേസ്. സിഗ്മ H എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് പ്രഷർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്രഷർ, അത് തന്നെയാണ് എർത്ത് പ്രഷർ ഇവിടെ. അപ്പോൾ at the base KA gamma dash H plus gamma W into H, ഇവിടെ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. നെക്സ്റ്റ് ഈസ് എഫക്റ്റ് ഓഫ് യൂണിഫോം സർചാർജ്. യൂണിഫോം സർചാർജ് വരുമ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു? Q പ്ലസ് ഗാമ ഇൻറ്റു H ആണ് വെർട്ടിക്കൽ സ്ട്രെസ്. അപ്പോൾ KA ഇൻറ്റു Q പ്ലസ് KA ഇൻറ്റു ഗാമ H ആണ് എന്ത്? എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
നെക്സ്റ്റ് ഇസ് എഫക്ട് ഓഫ് ഇൻക്ലൈൻഡ് സർചാർജ് ഓർ സ്ലോപ്പിംഗ് ബാക്ക്ഫിൽ. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻക്ലൈൻഡ് സർചാർജ് വരുമ്പോഴത്തേക്കും വരുമ്പോൾ കെ എന്ന് പറയുന്നത് അതിന് വാല്യൂ വ്യത്യാസമുണ്ട്. അതായത് അല്ലാത്ത കേസിൽ കെയുടെ വാല്യൂ 1 - sin phi / 1 + sin phi ഉം, അതായത് k = 1 - sin phi by 1 + sin phi ആണ് സാധാ കേസിൽ. മീൻസ് ഹൊറിസോണ്ടൽ സർഫസ് ആണ് ബാക്ക് ഫിൽ എങ്കിൽ, ഒന്നും പറഞ്ഞിട്ടില്ല, ഇൻക്ലൈൻഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 - sin phi / 1 + sin phi. ഇതൊന്ന് നോട്ട് ചെയ്യണേ. ആക്റ്റീവ് വർക്ക് പ്രഷർ കോഎഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ K = 1 - sin phi / 1 + sin phi ആണ്, where phi is the angle of internal friction of the soil. അത് നോട്ട് ചെയ്യാം. ദെൻ KP ആവുമ്പോൾ ആകെ ഒരു ഇത്തിരി വ്യത്യാസമേ വരുന്നുള്ളൂ. KP ആവുമ്പോഴത്തേക്കും 1 + sin phi / 1 - sin phi എന്ന് വരും. അത്രയും മാത്രമാണ് KPയിൽ വ്യത്യാസമുള്ളൂ. സോ അതിന്റെ അർത്ഥം എന്താ? K = 1 / KP ആണ്. നേരെ തിരിച്ചു വരുവാണ്. അപ്പൊ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ 30 ഡിഗ്രി ആണെങ്കിൽ എന്താണ് വാല്യൂ ഓഫ് KA, എന്താണ് വാല്യൂ ഓഫ് KP? അതെപ്പോഴും 30 ഡിഗ്രിക്ക് എത്രയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് പഠിച്ചു വെക്കുക. 30 ഡിഗ്രിക്ക് കെയുടെ വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. 1 - sin 30 / 1 + sin 30. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 0.333 എന്ന് വരും. അതുപോലെ KP എന്ന് പറയുമ്പോൾ 1 - sin 1 + sin 30 / 1 - sin 30, ദാറ്റ് ഈസ് 3 എന്ന് വരും KP. പിന്നെ വേറൊരു കാര്യം ഓർക്കുക, 1/KA ആണ് KP. അത്ര ഓർക്കുക. ഇനി ഇൻക്ലൈൻഡ് സർചാർജ് ആകുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. K എന്ന് വെച്ച് കഴിഞ്ഞാൽ cos β × cos β - √cos² β - cos² phi ഡിവൈഡഡ് ബൈ cos β പ്ലസ് √cos² β - cos² phi. ഇനി KP ആയിരുന്നെങ്കിൽ നേരെ ഈ ഇക്വേഷൻ തന്നെ പഠിച്ചാൽ മതി. ഇവിടെ പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് വരും. അത്രേ വ്യത്യാസമുള്ളൂ. ന്യൂമറേറ്ററിൽ ഇവിടെ പ്ലസും ഡിനോമിനേറ്ററിൽ ഇവിടെ മൈനസും വരും. അത് കെയുടെ കേസിലും അങ്ങനെയായിരുന്നു. മറ്റേ സാധാ ഹൊറിസോണ്ടൽ സർഫസിലും അങ്ങനെ തന്നെയായിരുന്നു. 1 - sin phi / 1 + sin phi ആണ് KA. KP ആകുമ്പോൾ ആ മൈനസും പ്ലസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. 1 + sin phi / 1 - sin phi. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ cos β പ്ലസ് വരും KPയിൽ, ഇവിടെ മൈനസും വരും. ഇനി ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ, അതായത് ഈ റീറ്റേണിംഗ് വാളിന്റെ ഗ്രൗണ്ട് സർഫസ്, റീറ്റേണിംഗ് വാളിന്റെ ഈ സർഫസ്, അതായത് ബാക്ക് ഫില്ലിന്റെ സർഫസും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് ബീറ്റ. ഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. നെക്സ്റ്റ്, ആക്റ്റീവ് എർത്ത് പ്രഷർ ഓഫ് കൊഹസീവ് സോയിൽ. ആക്റ്റീവ് എർത്ത് പ്രഷർ ഓഫ് കൊഹസീവ് സോയിൽ ആകുമ്പോഴത്തേക്കും അവിടെ ഒരു കേസ് വരുന്നുണ്ട്. അതായത് കൊഹസീവ് സോയിലിന്റെ കേസിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും KA γH ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് പ്രഷറും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ ടോപ്പിൽ ശരിക്കും 0 ആയിരുന്നു ഇത്രയും നേരവും എർത്ത് പ്രഷർ. പക്ഷെ ഈ ടോപ്പിൽ -2c √KA. ഇത് √KA എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് ചില ടെക്സ്റ്റിൽ N5 തന്നെയാണ് KA എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ √KA എന്ന് തന്നെ പഠിച്ചാൽ മതി. -2c √KA എന്നാണ് അതിന്റെ വാല്യൂ വരുന്നത്. ഇപ്പൊ 2c √KA വരും ഇവിടെ. ഇവിടെ ഇപ്പൊ എന്തെന്ന് വരും? KA γH -2c √KA എന്ന് ഓർക്കുക കേട്ടോ. ബോട്ടത്തിൽ വരുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ KA γH -2c √KA എന്ന് വരും. ഇനി ഈ മൈനസ് നെഗറ്റീവ് പ്രഷർ ആയ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രാക്ക് വരുന്നുണ്ട്. ആ ക്രാക്ക് വന്ന് ടെൻസൈൽ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ZC. ഓക്കെ,
അപ്പോൾ ആ ഇസഡ് സി അതായത് പിന്നെ നമ്മുടെ ടെൻഷൻ 0 ആവുകയാണ്, പിന്നെ കംപ്രഷൻ വരുവാണ്. സോ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് ആണ് ഇസഡ് സി, ആൻഡ് ഇസഡ് സി ഈസ് ഈക്വൽ ടു 2c ബൈ gamma root k. നോട്ട് ചെയ്യാം കേട്ടോ. ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് ആണ് ഇസഡ് സി. ഇസഡ് സി ഈസ് ഈക്വൽ ടു 2c ബൈ ഗാമ റൂട്ട് കെ. ഇനി വേറെ കാര്യം ശ്രദ്ധിച്ചേ, ഈ -2c റൂട്ട് കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. സെയിം പ്രഷർ തന്നെ ഒരു, അതായത് സെയിം വാല്യൂ ഇവിടം വരെ, ഇതിവിടെ എത്രയാണോ ടോട്ടൽ പ്രഷർ അതേ ടോട്ടൽ പ്രഷർ തന്നെ ഇവിടെ വരെ വരുവാണ്. അപ്പോൾ എന്തായി, നെറ്റ് പ്രഷർ എടുക്കുമ്പോൾ എന്തായി, അവിടെ 0 ആയി. ഓക്കെ, അതിനെയാണ്, ആ ഡെപ്തിനെയാണ് ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് അൺസപ്പോർട്ടഡ് കട്ട് എന്നും പറയാറുണ്ട്. ക്രിട്ടിക്കൽ ഡെപ്ത് ഓർ ഡെപ്ത് ഓഫ് അൺസപ്പോർട്ടഡ് ഹൈറ്റ് എന്നും പറയാറുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ എന്താ, 2zc ആയിരിക്കും അതിന്റെ വാല്യൂ. അപ്പൊ എന്താ, 4c ബൈ ഗാമ റൂട്ട് കെ എന്ന് വരും. അത്രയും ഓർത്തിരിക്കുക. ഇനി പാസീവ് എർത്ത് പ്രഷർ ആവുമ്പോഴത്തേക്കും ഇവിടെ നെഗറ്റീവ് വരുന്നത് പോലെ അവിടെ പോസിറ്റീവ് ആണ് വന്നത്. ഇത് പോസിറ്റീവ് ആണ് വരുന്നത്. അതായത് 2c റൂട്ട് കെ എന്നത് പ്ലസ് ആയിട്ട് വരും ഇവിടെ പാസീവ് എർത്ത് പ്രഷറിന്റെ കേസിൽ. അപ്പൊ 2c റൂട്ട് കെ അതായത് കെ ഗാമ എച്ച് പ്ലസ് 2c റൂട്ട് കെ അങ്ങനെ പഠിച്ചാൽ മതി. 2c റൂട്ട് കെ എന്ന് പഠിച്ചാൽ മതി എന്ന് വരും. അതായത് ഇവിടെ ടെൻഷൻ അല്ല വരുന്നത്, ഇവിടെ കംപ്രഷൻ ആണ് വരുന്നത്. എപ്പോഴും ആക്റ്റീവിന് നേരെ ആ ഒരു മൈനസ് സൈൻ പ്ലസ് സൈൻ ആയി എന്ന് ഓർത്താൽ മതി എല്ലാ കേസിലും. അപ്പൊ കെ ഗാമ എച്ച് പ്ലസ് 2c റൂട്ട് കെ വരും പാസീവ് എർത്ത് പ്രഷറിൽ ബോട്ടം അല്ലെങ്കിൽ ബേസിലെ പ്രഷർ ഇൻ ദ കേസ് ഓഫ് കോക്സീസ് ഓയിൽ. സോ ഇവിടെ ടെൻസൈൽ ക്രാക്കോ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് അൺസപ്പോർട്ടഡ് കട്ടോ എന്നൊരു ടേം ഇല്ല. നെക്സ്റ്റ് ഈസ് കൂളംസ് തിയറി ഓഫ് എർത്ത് പ്രഷർ. കൂളംസ് തിയറി ഓഫ് എർത്ത് പ്രഷറിൽ ബാക്ക്ഫിൽ സർഫസ് ഈസ് dry, cohesionless, homogeneous, isotropic soil. Backfill surface is planar and can be inclined. Back of the wall can be inclined to the vertical. Failure surface is a plane surface which passes through the heel of the wall. The position and line of action of the earth pressure are known. The sliding wedge is considered to be a rigid body, and the earth pressure is obtained by considering the limiting equilibrium of the sliding wedge as a whole. ഇവിടെ ഒരു സ്ലൈഡിംഗ് വെഡ്ജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത് ഫെയിലിയർ സർഫസിനെ. അതൊരു റിജിഡ് ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ സ്ലൈഡിംഗ് വെഡ്ജ് മൊത്തത്തിൽ അതിന്റെ ഇക്വിലിബ്രിയം, അതിന്റെ വെയിറ്റും അവിടെ വരുന്ന റെസിസ്റ്റൻസ് അങ്ങനെ നോക്കിയാണ് നമ്മൾ അവിടെ ഇക്വിലിബ്രിയം എടുക്കുന്നത് അല്ലെങ്കിൽ എർത്ത് പ്രഷർ കണ്ടുപിടിക്കുന്നത്. ദെൻ നമുക്ക് ബാക്ക് ഓഫ് ദ വാൾ ക്യാൻ ബി ഇൻക്ലൈൻഡ് ടു ദ വെർട്ടിക്കൽ. അതുപോലെ ബാക്ക് സർഫസ് പ്ലനാർ ആണ്, അതുപോലെ ഇൻക്ലൈൻഡും ആണ്, ക്യാൻ ബി ഇൻക്ലൈൻഡ്. ഡ്രൈ ആണ്, കോഷൻലെസ് ആണ്, ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്. അത് റാങ്കൈൻസിന്റെ പോലെ തന്നെ. അത്രയാണ് എർത്ത് പ്രഷറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബെയറിംഗ് കപ്പാസിറ്റി. ബെയറിംഗ് കപ്പാസിറ്റിയുടെ ടേംസ് ചോദിക്കാറുണ്ട്. അതായത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി, നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി, ഗ്രോസ് അല്ലെങ്കിൽ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി അങ്ങനെ ചോദിക്കാറുണ്ട്. ടേംസ് ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്ത് ബെയറിംഗ് കപ്പാസിറ്റി ആണെന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി, ഡിനോട്ട് ചെയ്യുന്ന ക്യൂ അല്ലെങ്കിൽ ക്യൂ യു വെച്ചിട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ എടുക്കുവാണെങ്കിൽ അതിന്റെ ബേസിലെ മാക്സിമം പ്രഷർ എത്രയാണ്, സോയിൽ ക്യാൻ സപ്പോർട്ട് വിത്തൗട്ട് ദ റിസ്ക് ഓഫ് ഷിയർ ഫെയിലിയർ. അവിടെ വരുന്ന മാക്സിമം പ്രഷർ, ആ ഫൗണ്ടേഷന്റെ ബേസിൽ വരുന്ന മാക്സിമം പ്രഷർ എത്രയാണോ, അതായത് സോയിൽ ക്യാൻ സപ്പോർട്ട് വിത്തൗട്ട് ദ റിസ്ക് ഓഫ് ഷിയർ ഫെയിലിയർ, അതിനെയാണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് അറ്റ് ദ ബേസ് ഓഫ് ദ ഫൗണ്ടേഷൻ that soil can support without the risk of shear failure. അപ്പൊ നമുക്കറിയാം ഒരു ഗാമയുണ്ട്, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ DF ആണ്, ഗാമയാണ് ആ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് എങ്കിൽ എന്താണ് അവിടുത്തെ ബേസിലെ പ്രഷർ, ഗാമ ഇൻറ്റു DF ആണ് അവിടുത്തെ ബേസിലെ പ്രഷർ. അതാണ് ശരിക്കും അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിന് എക്സസ് ആയിട്ട് എന്തെങ്കിലും അവിടെ പ്രഷർ ഉണ്ടെങ്കിൽ അതാണ് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ Q അൾട്ടിമേറ്റ് മൈനസ് ഗാമ DF അതാണ് QNU. QN എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും അപ്പുറമായിട്ട് വേറെ എന്തെങ്കിലും Q അൾട്ടിമേറ്റിൽ ഉണ്ടോ
അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയിൽ അവിടെ ഗാമ ഡി എഫ് എന്ന വാല്യൂ അല്ലാണ്ട് വേറെ എന്തെങ്കിലും അവിടെ ഇൻക്രീസ് ഇൻ പ്രഷർ വന്നിട്ടുണ്ടോ? അതാണ് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അതാണ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് മാക്സിമം നെറ്റ് ഇന്റൻസിറ്റി ഓഫ് ദ ലോഡിംഗ് അറ്റ് ദ ബേസ് ഓഫ് ദ ഫൗണ്ടേഷൻ ദാറ്റ് ദ സോയിൽ ക്യാൻ സേഫ്ലി സപ്പോർട്ട് വിത്തൗട്ട് ദ റിസ്ക് ഓഫ് ദ ഷിയർ ഫെയിലിയർ. അത് ടേം ഓർക്കുക. അതായത് ഇവിടുത്തെ സെയിം ഡെഫിനിഷൻ തന്നെയാണ്, പക്ഷെ ഇവിടെ സോയിൽ ക്യാൻ സപ്പോർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ സോയിൽ ക്യാൻ സേഫ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആണ്. നെറ്റ് ഇന്റൻസിറ്റി ദാറ്റ് ക്യാൻ സേഫ്ലി എന്ന രീതിക്ക് വരുവാണെങ്കിൽ, then gross safe bearing capacity, maximum gross intensity at the base of foundation that the soil can safely support without the risk of shear failure. So QNS plus gamma into DF ആണ് gross safe bearing capacity എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ സാധാരണ എടുക്കാറ് 2.5 to 3 ആണ് എടുക്കാറ്. സോ ഈ 4 ടേംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അൾട്ടിമേറ്റ്, നെറ്റ് അൾട്ടിമേറ്റ്, ദെൻ നെറ്റ് സേഫ്, ദെൻ ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. അതല്ലാണ്ട് വേറെ 2 ടേമും കൂടി ഉണ്ട്. പക്ഷെ കൂടുതലും മെയിൻലി ചോദിച്ചു കണ്ടേക്കുന്ന അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആണ്. പക്ഷെ കൂടുതലും ചോദിച്ചു കണ്ടെങ്കിൽ ഈ 4 ടേമും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഒരു 2 ടേമും കൂടി ഉണ്ട്, സേഫ് ബെയറിംഗ് പ്രഷർ ഓർ നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നെറ്റ് ഇന്റൻസിറ്റി ഓഫ് ദ ലോഡിംഗ് ദാറ്റ് ക്യാൻ ബി അലൗഡ് ഓൺ ദ സോയിൽ വിത്തൗട്ട് ദ സെറ്റിൽമെന്റ് എക്സീഡിംഗ് ദ പെർമിസിബിൾ വാല്യൂ. അതിനെയാണ് സേഫ് ബെയറിംഗ് പ്രഷർ ഓർ നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് IS കോഡിൽ ഇത്ര സെറ്റിൽമെന്റ് ആണ് ഇന്ന ഫൗണ്ടേഷനിൽ വരാവുള്ളൂ എന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ആ ഫൗണ്ടേഷൻ എക്സീഡ് ചെയ്യാണ്ട്, ആ സെറ്റിൽമെന്റ് എക്സീഡ് ചെയ്യാണ്ട് അവിടെ വരാൻ പറ്റാവുന്ന മാക്സിമം നെറ്റ് ഇന്റൻസിറ്റി ഓഫ് ദ ലോഡിംഗ്, അതിനെയാണ് സേഫ് ബെയറിംഗ് പ്രഷർ ഓർ നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അലൗബിൾ ബെയറിംഗ് പ്രഷർ. അതായത് ഇതാണ് ശരിക്കും ഡിസൈനിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രഷർ. ഡിസൈൻ ഓഫ് ഫൗണ്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അലൗബിൾ ബെയറിംഗ് പ്രഷർ. അതായത് മാക്സിമം നെറ്റ് ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് ദാറ്റ് ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺ ദ സോയിൽ വിത്ത് നോ പോസിബിലിറ്റി ഓഫ് ഷിയർ ഫെയിലിയർ ഓർ ദ പോസിബിലിറ്റി ഓഫ് എക്സസീവ് സെറ്റിൽമെന്റ്. അവിടെ ഷിയർ ഫെയിലിയറോ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് എക്സസീവോ ഉണ്ടാവില്ല. ആ ഒരു രീതിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ലോഡിങ്ങിനെയാണ് എന്തെന്ന് പറയുന്ന അലൗബിൾ ബെയറിംഗ് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമിനിങ് ബെയറിംഗ് കപ്പാസിറ്റി. അതിൽ അനലിറ്റിക്കൽ മെത്തേഡിൽ വരുന്നത് ടെർസാഗീസ് മെത്തേഡ് ഉണ്ട്, മേയർഹോഫ് മെത്തേഡ് ഉണ്ട്, വെസിക് മെത്തേഡ് ഉണ്ട്, ഹാൻസൻസ് മെത്തേഡ് ഉണ്ട്, IS 6403 മെത്തേഡ് ഉണ്ട്, ദെൻ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്, പിന്നെ ബേസ്ഡ് ഓൺ പെനട്രേഷൻ ടെസ്റ്റ് SPT, സ്റ്റാറ്റിക് ഓൺ പെനട്രേഷൻ ടെസ്റ്റ്, ഡൈനാമിക് ഓൺ പെനട്രേഷൻ ടെസ്റ്റ്, ദെൻ സ്കെംപ്റ്റൻസ് മെത്തേഡ്. സോ ഈ മെത്തേഡ്സിന്റെ പേരൊന്ന് ഓർത്ത് വെക്കുക. അതായത് ഇന്ന മെത്തേഡ് തന്നിട്ടില്ല. ഇപ്പൊ മേയർഹോഫ് മെത്തേഡ് ചോദിച്ചിട്ട് ഇപ്പൊ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേയർഹോഫ് മെത്തേഡ് ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം നിർബന്ധമില്ല, നമ്മൾ പെട്ടെന്ന് ഓർക്കില്ല. സോ ഈ മെത്തേഡ്സിന്റെ പേര് ഓർത്ത് വെക്കുക എന്തായാലും. ടെർസാഗീസ് മെത്തേഡിലെ അസംഷൻസ് ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്. പിന്നെ ഷിയർ സ്ട്രെങ്ത് ഈസ് ഗവേൺഡ് ബൈ മോർ കൂളംബ് ഇക്വേഷൻ. എന്താ മോർ കൂളംബ് ഇക്വേഷൻ? നമ്മൾ പഠിച്ചതാണ്. S is equal to C plus sigma tan phi. അത് വെച്ചാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതെന്ന്. Then base of the footing rough ആണ്. Then footing is laid at a shallow depth. That is depth is less than width. Then footing is long. That is L by B ratio is infinity. Shear strength above the base of the footing is neglected. Load on the footing is vertical and is uniformly distributed. Soil fails in general shear failure mode. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് നമ്മൾ ടെർസാഗി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസ് ചെയ്യേണ്ടത് ഷാലോ ഫൗണ്ടേഷനെയാണ്. അത് ഓർക്കുക. ഷാലോ ഫൗണ്ടേഷനെയാണ് നമ്മൾ ഈ ടെർസാഗീസ് മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ ഇക്വേഷൻ ടെർസാഗി ഡിറൈവ് ചെയ്ത ഇക്വേഷൻ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ബാക്കി എല്ലാ ഫൂട്ടിങ്സിനും. ആദ്യം ടെർസാഗി ഡിറൈവ് ചെയ്തത് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഡിറൈവ് ചെയ്തത്. അത് നമ്മൾ പിന്നെ എന്ത് ചെയ്യുവാണ്, എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ബാക്കിയെല്ലാം സ്ക്വയർ ഫൂട്ടിങ്ങിനും സർക്കുലർ ഫൂട്ടിങ്ങിനും ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുവാണ്. So Terzaghi's equation for strip footing, QU is equal to CNC plus gamma DF NQ plus 0.5 B gamma N gamma, where NC NQ N gamma എന്ന് വെച്ചാൽ ബെയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് ആണ്. അത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാർട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ എടുക്കാനായിട്ട് നമ്മുടെ ലോഗറിതമിക് ഗ്രാഫിന്റെ ലോഗ് ചാർട്ടൊക്കെ ഇല്ലേ അതുപോലെ. അതായത് മേളിലിങ്ങനെ 5 തന്നേക്കുന്നു, അതിന് കറസ്പോണ്ടിങ് എൻ സി, ഓരോ 5ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ സി വാല്യൂ എത്രയാണ്, എൻ ക്യൂ വാല്യൂ എത്രയാണ്, എൻ ഗാമ വാല്യൂ എത്രയാണ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന 5നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി സി ഈസ് കോഷൻ, ഗാമ എന്ന് വെച്ചാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ, ഡി എഫ് എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ, ദെൻ ബി എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ഈ സർക്കുലാർ ഫൂട്ടിംഗ് ആണെങ്കിൽ ഈ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. ഇനി ഫോർ കോഹസീവ് സോയിൽ, കോഹസീവ് സോയിൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഫോർ പ്യുവർ ക്ലേ ആണ്, അതായത് 5 is equal to 0 ആണ്. അപ്പോൾ 5 0 ആകുമ്പോൾ ഈ എൻ ഗാമ എന്ന വാല്യൂ 0 ആവും, അത് ഓർക്കുക. 5 0 ആയി കഴിഞ്ഞാൽ എൻ ഗാമ എന്ന വാല്യൂ 0 ആവും. അതുപോലെ എൻ ക്യൂ 1 ആവും, എൻ സി 5.7 ആവും. അപ്പൊ എന്താ സംഭവിക്കുക, 5.7 സി പ്ലസ് ഗാമ ഡി എഫ് എന്നല്ലേ വരുള്ളൂ. ഈ ടേം മൊത്തത്തിൽ 0 ആയി, എൻ ക്യൂ 1 ആണ്, സോ പ്ലസ് ഗാമ ഡി എഫ്. ഇനി ഫോർ കോഷൻലെസ് സോയിൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക, സി 0 ആയി, സോ ഫസ്റ്റ് ടേം ഇല്ല, പിന്നെയുള്ള ഈ 2 ടേം മാത്രം, ദാറ്റ് ഇസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.5 ബി ഗാമ എൻ ഗാമ. ഇനി ഫോർ സ്ക്വയർ ഫൂട്ടിംഗ് ആകുമ്പോഴത്തേക്കും സി എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.5 ബി ഗാമ എൻ ഗാമയാണ് നമ്മുടെ സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അതിൽ ഒരു ഇത്തിരി വേരിയേഷൻ വരുത്തിയാൽ മതി. അതായത് സി എൻ സിയുടെ കൂടെ 1.3 എന്നൊരു വാല്യൂവും 0.5ന് പകരം 0.4 എന്ന വാല്യൂ ആണ് ഇടേണ്ടത്. ഇത് സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് ഇവിടെ 0.4 ഈവൻ വാല്യൂ എന്ന് ഓർത്താൽ മതി. സ്ക്വയർ ആയതുകൊണ്ട് 0.4 എന്ന് ഓർക്കുക. ഇനി ഈ 1.3 ചില ടെക്സ്റ്റിൽ 1.2 കാണാറുണ്ട്. സോ 1.2ഉം 1.3ഉം അക്സെപ്റ്റബിൾ വാല്യൂസ് ആണ്, രണ്ടും കറക്റ്റ് ആണ്. സ്ക്വയറിനും സർക്കുലാറിനും 1.3യോ 1.2ഓ രണ്ടെടുത്താലും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ 1.3യോ അല്ലെങ്കിൽ 1.2ഓ വേണം. പക്ഷെ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ ഇത് രണ്ടും എടുക്കാൻ പാടില്ല. സി എൻ സി എന്ന ടേം മാത്രമേ വരുള്ളൂ. സി എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.5 ബി ഗാമ എൻ ഗാമ. പക്ഷെ സ്ക്വയർ ഫൂട്ടിങ്ങിനാകുമ്പോഴത്തേക്കും 1.3 സി എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.4 ബി ഗാമ എൻ ഗാമ. ഇനി സർക്കുലാറിനാവുമ്പോഴും സെയിം തന്നെ, 1.2ഓ 1.3ഓ എടുക്കാം. 1.2 സി എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.3 ബി ഗാമ എൻ ഗാമ. സർക്കുലാർ ആകുമ്പോൾ 0.3 ആയി. സോ ആദ്യം സർക്കുലാർ എന്ന് ഓർക്കുക, കാരണം സി അല്ലേ ആദ്യം, പിന്നെ എന്താ സ്ക്വയർ, പിന്നെ സ്ട്രിപ്പ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ 0.3 0.4 0.5 എന്ന് ഓർക്കുക. പിന്നെ ഇത് സർക്കുലാറിനും സ്ക്വയറിനും മാത്രമാണ് 1.2 1.3. രണ്ടിലും 1.2 എടുത്താലും തെറ്റില്ല, 1.3 എടുത്താലും തെറ്റില്ല. സ്ട്രിപ്പിന് മാത്രം 1 ആണ്, അതായത് സി എൻ സി മാത്രമേ ഉള്ളൂ. ഇനി എഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ഓൺ ബെയറിംഗ് കപ്പാസിറ്റി, അത് നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട കാര്യമില്ല. അതിൽ കേസ് 1ൽ ഇവിടെയാണ് നമ്മുടെ വാട്ടർ ടേബിൾ, അതായത് ഡി ഡബ്ല്യു ഡെപ്ത് മാറിയിട്ടാണ് വാട്ടർ ടേബിൾ. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ഇക്വേഷൻ എന്താ, സി എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.5 ബി ഗാമ എൻ ഗാമ. അതിൽ ഈ സി എൻ സി എന്ന ടേം വാട്ടർ ടേബിളുമായിട്ട് അഫക്റ്റഡ് അല്ല. അതായത് വാട്ടർ ടേബിൾ എവിടെയാണെങ്കിലും ആ ടേമിൽ മാറ്റമില്ല. സോയിൽ കോഷൻലെസ് ആണോ എങ്കിൽ മാത്രം ഇത് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് ടേം, അതായത് ഗാമ ഡി എഫ് എൻ ക്യൂ എന്ന ടേം ഈ ഗ്രൗണ്ട് സർഫസ് തൊട്ട് നമ്മുടെ ഫൗണ്ടേഷന്റെ ബേസ് വരെയുള്ള ടേമാണ്, ബേസ് വരെയുള്ള പോർഷനെ അഫക്ട് ചെയ്യുന്ന ടേമാണ് ഗാമ ഡി എഫ് എൻ ക്യൂ എന്ന ടേം. അപ്പൊ അവിടെ എന്തെന്ന് വരും, ഗാമ ഇൻറ്റു ഡി ഡബ്ല്യു പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു എ ഹോൾ ഇൻറ്റു എൻ ക്യൂ പ്ലസ് 0.5 ബി ഗാമ ഡാഷ് എൻ ഗാമ. കാരണം തേർഡ് ടേം ഈ ബേസ് ഫൗണ്ടേഷന്റെ താഴെയുള്ള പോർഷനാണ്. സോ അതും എന്താണ്, ഗാമ ഡാഷ് അല്ലേ വരുള്ളൂ, കാരണം ഇവിടെയാണ് വാട്ടർ ടേബിൾ. അപ്പോൾ ഫസ്റ്റ് കേസിൽ സി എൻ സി പ്ലസ് ഗാമ ഡി ഡബ്ല്യു പ്ലസ് ഗാമ ഡാഷ് എ ഇൻറ്റു എൻ ക്യൂ, അതായത് ഗാമ ഡി എഫ് എൻ ക്യൂ എന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഡി എഫിനെ നമ്മൾ ഡി ഡബ്ല്യു പ്ലസ് എ എന്നാക്കി. അതിൽ ഡി ഡബ്ല്യൂല് ഗാമയും എയിൽ ഗാമ ഡാഷും വരും. പിന്നെ ലാസ്റ്റ് ടേമിൽ മൊത്തം ഗാമ ഡാഷ് ആണ്, 0.5 ബി ഗാമ ഡാഷ് എൻ ഗാമ എന്ന് വരും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഈ എക്ക് പകരം ഞാൻ ഡി എഫ് മൈനസ് ഡി ഡബ്ല്യു ആക്കി. അത് രണ്ടും പഠിക്കേണ്ട, നിങ്ങളത് ഏതെങ്കിലും ഓർണം ഈ ഫിഗർ വെച്ച് പഠിച്ചാൽ മതി, അല്ലാണ്ട് ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് കാണാണ്ട് പഠിക്കരുത്. അതുപോലെ ഇത് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനാണ്. സർക്കുലാറോ സ്ക്വയറോ ആണെങ്കിൽ എന്ത് സംഭവിച്ചേ, 1.2 സി എൻ സി പ്ലസ് ഗാമ ഡി ഡബ്ല്യു പ്ലസ് ഗാമ ഡാഷ് എ ഇൻറ്റു എൻ ക്യൂ പ്ലസ് 0.4 ബി ഗാമ ഡാഷ് എൻ ഗാമ. സർക്കുലാർ ആകുമ്പോൾ 0.3 ബി ഗാമ ഡാഷ് എൻ ഗാമ. ഇനി വാട്ടർ ടേബിൾ ഈസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവൽ ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഫസ്റ്റ് ടേം ഞാൻ പറഞ്ഞു സി എൻ സി തന്നെ. ഇനി സെക്കൻഡ് ടേം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോർഷൻ അത് ഗാമ ഡാഷ് അല്ലേ. സോ ഗാമ ഡാഷ് ഡി എഫ് എൻ ക്യൂ പ്ലസ് അടുത്ത ടേം എന്ത് തന്നെ വരും, ഗാമ ഡാഷ് 0.5 ബി ഗാമ ഡാഷ് എൻ ഗാമ. ഇനി when the water table is at the base of the foundation,
അതായത് ഇവിടെയാണ് വാട്ടർ ടേബിൾ. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ വാട്ടർ ടേബിൾ ഇല്ല. സോ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ടൈം എന്തായാലും അൺഅഫക്റ്റഡ് CNC പ്ലസ് ഗാമ DF ഇൻ Q പ്ലസ് 0.5 B gamma dash in gamma. Next is when the water table is at a depth of B below the base of the footing. അതായത് അപ്പോഴും നമുക്ക് ഫസ്റ്റ് ടൈം CNC പ്ലസ് ഗാമ DF ഇൻ Q, അതായത് ഇവിടെ വാട്ടർ ടേബിൾ ഇല്ല, ഗാമ DF ഇൻ Q പ്ലസ് 0.5 B ഗാമ ബാർ എൻ ഗാമ. ഇത് മാത്രമാണ് നിങ്ങളൊന്ന് പഠിക്കേണ്ട കാര്യമായിട്ട് വരുന്നുള്ളൂ. അതായത് ഇവിടെ ഈ പോർഷനിൽ ഇവിടെയാണ് വാട്ടർ ടേബിൾ ഉള്ളതെങ്കിൽ നമുക്ക് ഗാമ ബാർ എന്നൊരു ടേമാണ് എടുക്കുന്നത്. വേറെ ഗാമ ബാർ എന്ന് വെച്ചാൽ ഗാമ ഡാഷ് പ്ലസ് B ബൈ B ഇൻറ്റു ഗാമ മൈനസ് ഗാമ ഡാഷ്. B എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെപ്തും ഇവിടെ നിന്ന് എവിടം വരെയാണ് വാട്ടർ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വരെയുള്ള ഡെപ്തും, ക്യാപിറ്റൽ B എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഇൻറ്റു ഗാമ മൈനസ് ഗാമ ഡാഷ്. ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് ഇത്തിരി ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഫിഗർ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും മാത്രം കണ്ടുപിടിക്കാൻ നോക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Rankine theory of earth pressure assumes that the back of the wall is vertical and smooth. അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി Terzaghi's bearing capacity factors NC, NQ and N gamma are the functions of. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So option A ആണ് ആൻസർ. Next, the material retained or supported by the retaining structure is called. അത് ഞാൻ പറഞ്ഞതാ. എന്താ അതിന്റെ ആൻസർ? ബാക്ക്ഫിൽ ആണ് ആൻസർ. അല്ലെങ്കിൽ നോക്കിയേ, സർചാർജ് എന്ന് വെച്ചാൽ എന്താ? സർചാർജ് റീറ്റെയിൻ ചെയ്യുന്ന സാധനമല്ല, മേളിൽ വരുന്ന ലോഡാണ്. ഇനി സപ്പോർട്ട് വാൾ എന്ന് വെച്ചാൽ ശരിക്കും റീറ്റെയിനിങ് വാൾ തന്നെയാണ്. പിന്നെ ഉള്ളത് ആകെ ബാക്ക്ഫിൽ ആണ്. ബാക്ക്ഫിൽ ആണ് ആൻസർ. Then the coefficient of earth pressure when the soil is at equilibrium is. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എർത്ത് പ്രഷർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സിഗ്മ എച്ച് ആണ് നമ്മുടെ എർത്ത് പ്രഷർ, അതായത് ഹൊറിസോണ്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ഇൻറ്റു വെർട്ടിക്കൽ സ്ട്രെസ്. വെർട്ടിക്കൽ സ്ട്രെസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും, അത് ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എർത്ത് പ്രഷർ കിട്ടും. സോ കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ എന്ന് പറയുമ്പോൾ അപ്പൊ എന്ത് വരും? K ഈസ് ഈക്വൽ ടു സിഗ്മ വി ബൈ സിഗ്മ എച്ച് എന്ന് വരും. സിഗ്മ വി ബൈ സിഗ്മ എച്ച് എന്ന് വരും. അതായത് സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ വി ബൈ സിഗ്മ എച്ച് അല്ല, സിഗ്മ എച്ച് ബൈ സിഗ്മ വി. ഒന്ന് എഴുതി നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. K into sigma v. അപ്പൊ K എന്ന് പറയുമ്പോൾ എന്ത് വരും? K is equal to സിഗ്മ എച്ച് ബൈ സിഗ്മ വി എന്ന് വരും അല്ലേ? സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഒന്ന് എഴുതി നോക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഓർക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഓപ്ഷൻ എടുത്ത് കുത്തും. നേരെ തിരിഞ്ഞു പോയി പറയുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് എഴുതി നോക്കിയിട്ട് ചെയ്യാൻ പറയുന്നത്. Then next is wedge-shaped portion of the backfill tending to move with the wall is called. Failure wedge ആണ് ആൻസർ. നമ്മൾ പറഞ്ഞതല്ലേ, സ്ലൈഡിംഗ് വെഡ്ജ് അല്ലെങ്കിൽ ഫെയിലിയർ വെഡ്ജ്. Then in active stress, the major principal stress sigma 1 acting on the wall will be in dash plane. In active stress, the major principal stress sigma 1 acting on the wall will be in horizontal plane. അല്ലേ? അതായത് എർത്ത് പ്രഷർ എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിലല്ലേ ആക്റ്റീവ് ചെയ്യുന്നത്. Then the plastic state of stress was proposed by. ആരാ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് പ്രപ്പോസ് ചെയ്ത ആള്? റാങ്കൈൻ ആണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് പ്രപ്പോസ് ചെയ്തത്. ഞാൻ പറഞ്ഞായിരുന്നു പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ആണ് റാങ്കൈൻ കൺസിഡർ ചെയ്യുന്നത്. Then the position of the backfill lying above the horizontal plane at the top of the wall is called. Above the
ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? സർചാർജ് അല്ലേ? ആ ടോപ്പ് ഓഫ് ദി വാളിന് മേലെ ആക്ട് ചെയ്യുന്ന ആ ലോഡിനെയാണ് സർചാർജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ കോഎഫിഷ്യന്റ് ഓഫ് passive earth pressure at a depth of 8 meter in cautionless soil and with an angle of internal friction of 30 degree when the water rises to the ground level. എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഈ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഡെപ്ത് വന്നിട്ടുണ്ട്, അതുപോലെ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവലിലോട്ട് ആയി എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്താ ചോദിച്ചേക്കണേ? കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷറാണ് ചോദിച്ചേക്കുന്നത്. അതിന് ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമുക്ക് ആകെ ഫൈയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. കെ പി ആണ് നമുക്ക് ചോദിച്ചേക്കണേ. കെ പി എന്ന് വെച്ചാൽ 1 + sin⁵ / 1 - sin⁵ ആണ്. ഞാൻ പറഞ്ഞു 30 ഡിഗ്രി വരുമ്പോൾ പഠിച്ചു വെക്കുക. 30 ഡിഗ്രിയുടെ കെ പി എന്ന് വെച്ചാൽ 3 ആണ്. ഇനി കെ എ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? 0.33 വന്നേനെ. സോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. 8 മീറ്ററിന്റെയോ അല്ലെങ്കിൽ വാട്ടർ ടേബിളിന്റെ ഒന്നും ആവശ്യമില്ല ഈ കെ പി കണ്ടുപിടിക്കാനായിട്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ജനറൽ ഷിയർ ഫെയിലിയർ? നമുക്ക് 3 ടൈപ്സ് ഓഫ് ഷിയർ ഫെയിലിയർ ആണ് ശരിക്കും ഉള്ളത്. ജനറൽ ഷിയർ ഫെയിലിയർ ഉണ്ട്, ലോക്കൽ ഷിയർ ഫെയിലിയർ ഉണ്ട്, പഞ്ചിങ് ഷിയർ ഫെയിലിയർ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ നോട്ട് ഇട്ടേക്കാം. അതിൽ ജനറൽ ഷിയർ ഫെയിലിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഫെയിലിയർ സോൺസ് എല്ലാം വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതുപോലെ കൺസിഡറബിൾ ബൾജിങ് ഉണ്ടാവും, സെറ്റിൽമെന്റ് കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല നമുക്ക് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഇനി ലോക്കൽ ഷിയർ ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ സോൺസ് അത്രയും വെൽ ഡിഫൈൻഡ് ഓൺലി ബിലോ ദി ഫുട്ടിങ്ങിൽ മാത്രമാണ് വെൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ബൾജിങ് ഉണ്ട്, പക്ഷെ കമ്പയർ ടു ജനറൽ ഷിയർ ഫെയിലിയർ കുറവാണ്. പിന്നെ സെറ്റിൽമെന്റും കുറച്ച് കൂടുതലാണ്. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി അധികം വെൽ ഡിഫൈൻഡ് അല്ല. പിന്നെ പഞ്ചിങ് ആകുമ്പോഴത്തേക്കും ഫെയിലിയർ സോൺസേ വെൽ ഡിഫൈൻഡ് അല്ല, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയും വെൽ ഡിഫൈൻഡ് അല്ല. പിന്നെ സെറ്റിൽമെന്റ് ഹയർ വാല്യൂ ആണ്, ബൾജിങ്ങും ഇല്ല. സോ ആൻസർ ഈസ് ജനറൽ ഷിയർ ഫെയിലിയർ ആകുമ്പോഴത്തേക്കും ബൾജിങ് ഓഫ് ഷിയറിംഗ് മാസ് ഓഫ് സോയിൽ ആണ് ആൻസർ. ഇനി അസംഷൻ മെയ്ഡ് ബൈ ബോസിനസ് ഈസ് ഇൻ ദ സൊല്യൂഷൻ ഈസ് മെയ്ഡ് ബൈ തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലേ? കാരണം സോയിൽ ഈസ് ഇൻ ഇലാസ്റ്റിക് മീഡിയം, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് കോൺസ്റ്റന്റ് എന്നാണ് ബോസിനസിന്റെ അസംഷൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി. Then assumption of Boson's equation is that the soil is elastic. ഇപ്പൊ പറഞ്ഞു തന്നെ. Next, an isobar is a curve connecting all points of equal vertical pressure. അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈക്വൽ പ്രഷർ ആണെന്ന് മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഈക്വൽ വെർട്ടിക്കൽ ആണോ ഈക്വൽ ഹൊറിസോണ്ടൽ ആണോ നമ്മൾ ഓർക്കില്ല. പക്ഷെ ഐസോബാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, ഒരു മീൻസ് ഓണിയന്റെ ഷേപ്പിൽ. ഓണിയന്റെ ഷേപ്പിൽ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് വെർട്ടിക്കൽ സ്ട്രെസ് ആണ് നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ സിഗ്മ ഇസെഡ് ഈസ് ഈക്വൽ ടു 3q/2πz² × 1/1 + r/z the whole square the whole raised to 5/2 ആ ഒരു ഇക്വേഷൻ വെച്ചാണ് ഐസോബാർ നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. സോ ഈക്വൽ വെർട്ടിക്കൽ പ്രഷർ ആണ് ആൻസർ. Then the zone of soil in the isobar is called pressure bulb. Pressure bulb ആണ് ആൻസർ. ഇത്രയാണ്. ഇനി അടുത്തത് ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. സോ അല്ലെങ്കിൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ. എന്തിനു വേണ്ടിയാണ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണത്? നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഫീൽഡിൽ പോയി സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അവിടെ പോയി നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? അവിടുത്തെ സോയിൽ ഏത് ടൈപ്പ് ഓഫ് സോയിലാണെന്ന് നോക്കും, ആ സോയിലിൻ്റെ പ്രോപ്പർട്ടി നോക്കും, അതുപോലെ ആ സോയിലിൻ്റെ ലാറ്ററൽ എർത്ത് പ്രഷർ നോക്കും, ആ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി നോക്കും, ദെൻ അവിടുത്തെ പ്രസൻസ് ഓഫ് വാട്ടർ ടേബിൾ നോക്കും, അവിടെ എന്തോരം സെറ്റിൽമെന്റ് ഉണ്ടാവാം എന്ന് നോക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഒരു സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ മെയിൻലി നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, സെമി ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അതിൽ ഡയറക്റ്റ് മെത്തേഡിൻ്റെ അകത്ത് വരുന്നതാണ് ട്രയൽ പിറ്റും ട്രെഞ്ചസും. സെമി ഡയറക്റ്റ് മെത്തേഡിൻ്റെ അകത്ത് വരുന്നതാണ് ബോറിങ്സ്. ബോറിങ്സിൽ തന്നെ ഓഗർ ബോറിംഗ് ഉണ്ട്, ഷെൽ ആൻഡ് ഓഗർ ബോറിംഗ് ഉണ്ട്, വാഷ് ബോറിംഗ് ഉണ്ട്, പെർക്കുഷൻ ബോറിംഗ് ഉണ്ട്, റോട്ടറി ബോറിംഗ് ഉണ്ട്. പിന്നെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ജിയോ ഫിസിക്കൽ മെത്തേഡ്സും സൗണ്ടിങ്സ് ആൻഡ് പെനട്രേഷൻ ടെസ്റ്റും വരുന്നുണ്ട്. അതിൽ ഡയറക്റ്റ് മെത്തേഡിൽ ആദ്യം ട്രയൽ പിറ്റ്, അതായത് ചുമ്മാ ഒരു പിറ്റ് എടുക്കുക. നമ്മൾ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിലൊന്നും അല്ല, മൈനർ സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു മെത്തേഡിന് ഒരു സപ്ലിമെന്ററി മെത്തേഡായിട്ട് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ സോയിലിന്റെ വിഷ്വൽ ഇൻസ്പെക്ഷന് വേണ്ടി മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്.
ജസ്റ്റ് ആ സോയിൽ എന്താണെന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട്. അതാണ് ട്രയൽ പിറ്റ് എന്ന് പറയുമ്പോൾ. ജസ്റ്റ് ഒരു പിറ്റ് എടുക്കുക, ഇതിന് സോയിൽ എടുക്കാനായിട്ട്. ഇനി സെമി ഡയറക്റ്റ് മെത്തേഡിൻ്റെ അകത്ത് ബോറിങ്. ആ ബോറിങ്ങിൽ ഓഗർ ബോറിങ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് അതായത് സോയിൽ, ഏത് ടൈപ്പ് ഓഫ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോയിലിന് സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിലും അവിടെ റിമൈൻ ചെയ്യാൻ പറ്റും. അൺസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അൺസപ്പോർട്ടഡ് ആയിട്ട് അവിടെ റിമൈൻ ചെയ്യാൻ പറ്റാവുന്ന സോയിൽസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഹാൻഡ് ഓപ്പറേറ്റഡ്, മെഷീൻ ഓപ്പറേറ്റഡ് ഓഗറും ഉണ്ട്. ഹാൻഡ് ഓപ്പറേറ്റഡിൽ 3 to 5 മീറ്റർ ആണ് ഇത് ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. 3 to 5 മീറ്റർ ഡെപ്ത് വരെയാണ് നമ്മൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓഗർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഓഗർ ബോറിങ്ങിൽ തന്നെ ശരിക്കും ഹെലിക്കൽ ഓഗറും ഉണ്ട്, പോസ്റ്റ് ഹോൾ ഓഗറും ഉണ്ട്. ഹെലിക്കൽ ഓഗറും പോസ്റ്റ് ഹോൾ ഓഗറും. അതിൽ ഹെലിക്കൽ ഓഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ബൈ ദി മീൻസ് ഇമ്പാക്ട് ആൻഡ് ട്വിസ്റ്റിംഗ് ആക്ഷൻ വെച്ചാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഡൗൺവേർഡ് ആയിട്ട് ഫോഴ്സ് നമ്മൾ കൊടുക്കും, അതുപോലെ ഒരു ട്വിസ്റ്റിംഗ് മോഷനും കൊടുക്കുന്നുണ്ട്. ഇനി പോസ്റ്റ് ഹോൾ ഓഗർ എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ഒരു ഹോൾ ഉണ്ട്, ആ ഹോളിൽ ജസ്റ്റ് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഓഗർ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഓഗറിനെയാണ് പോസ്റ്റ് ഹോൾ ഓഗർ എന്ന് പറയുന്നത്. ഇനി വാഷ് ബോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗർ ബോറിംഗ് അധികം സൂട്ടബിൾ അല്ലാത്ത സോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗ്രാവലും ബോൾഡേഴ്സും ഒന്നും മിക്സ് ആവാത്ത സോയില്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രിൽ റോഡ് ഉണ്ട്, അതിനകത്ത് ഒരു ബിറ്റ് ഉണ്ട്, ഒരു ചോപ്പിംഗ് ബിറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ബൈ ദ ചോപ്പിംഗ് ആൻഡ് ജെറ്റിംഗ് ആക്ഷൻ വഴിയാണ് നമ്മൾ ഹോൾ അഡ്വാൻസ് ചെയ്യുന്നത്. അതായത് ആ ബിറ്റിന്റെ ചോപ്പിംഗ് ആക്ഷനും അതുപോലെ നമ്മൾ ഒരു വാട്ടർ പമ്പിൽ നിന്ന് ഹൈ പ്രഷറിൽ വാട്ടർ സപ്ലൈ ചെയ്യുവാണ്, ആ വാട്ടറിന്റെ ജെറ്റിംഗ് ആക്ഷനും കാരണമാണ് ഹോള് അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ വരുന്ന വാട്ടർ കാരണം സോയിൽ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, ഹോൾ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. സോ ഈ വാട്ടറും സോയിലും മിക്സ് ചെയ്ത് ഒരു സ്ലറി ഫോം ചെയ്തു. ആ സ്ലറി പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റുവാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് ഡ്രൈ ചെയ്ത് ആ സോയിലിന്റെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാം. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയില് ഹൈലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം അവിടെ പോയി ആ ഒറിജിനൽ പ്രോപ്പർട്ടി കിട്ടണം നിർബന്ധമില്ല ആ ഒരു സ്ലറി വരുമ്പോഴത്തേക്കും. അതുപോലെ ഫൈനൽ പാർട്ടിക്കിൾസ് ഒക്കെ ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. മേളിലോട്ട് വരുമ്പോഴത്തേക്കും ഫൈനൽ പാർട്ടിക്കിൾസ് ഒക്കെ ചിലപ്പോൾ ലോസ് ആയി പോവാം. ഇനി ആ നമുക്ക് കിട്ടുന്ന ആ വാഷ് വാട്ടർ വെച്ച് അതിന്റെ കളർ വെച്ച് നമുക്ക് പ്രോഗ്രസ് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സോയിൽ സ്റ്റാൻഡേർഡ് ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി പെർക്കുഷൻ ഡ്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രിൽ റോഡിന്റെ അകത്ത് ഒരു ഹെവി ഡ്രിൽ ബിറ്റ് സസ്പെൻഡ് ചെയ്തിട്ട് കേബിളിൽ നിന്ന് വല്ലതും സസ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് വിടുവാണ്, റിപ്പീറ്റഡ് ബ്ലോസ്. അത് മെയിൻലി സ്റ്റിഫ് സോയിൽ അല്ലെങ്കിൽ റോക്കിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷെ ലൂസ് സാൻഡിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്ലേയിലോ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏത് ടൈപ്പ് ഓഫ് സോയിലാണെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. യൂസ് ചെയ്യാൻ പറ്റാത്തത് ലൂസ് സാൻഡിലും പ്ലാസ്റ്റിക് ക്ലേയിലും ആണ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇനി റോട്ടറി ഡ്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടറി ഡ്രില്ലിങ്ങിൽ ഡ്രിൽ ബിറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു ഡ്രിൽ റോഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, പവർ കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ബെൻഡനൈറ്റ് സ്ലറി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. അത് മെയിൻലി നമുക്ക് സൈഡ്സിന് സപ്പോർട്ടായിട്ട് നമുക്കിത് ബെൻഡനൈറ്റ് സ്ലറി നമുക്ക് യൂസ് ചെയ്യാം. ദെൻ റോക്ക് കോർ നമ്മൾ കളക്ട് ചെയ്യുകയാണ് റോട്ടറി ബോറിംഗ് വെച്ചിട്ട്. എന്നിട്ട് കളക്ട് ചെയ്യുന്നത് ഒരു ഡയമണ്ട് ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ കോർ ബാരൽ വെച്ചൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ. ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെപ്ത് അതായത് നമ്മൾ എന്തോരമാണ് ഈ ബോർഹോൾ താഴോട്ട് കുഴിക്കേണ്ടത്, എത്ര ഡെപ്ത് വരെയാണ് കുഴിക്കേണ്ടത്, അതാണ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഗവേൺ ചെയ്യുന്നത് ഡെപ്ത് ഓഫ് ഇൻഫ്ലുവൻസ് ഓണിനെയാണ് ഗവേൺ ചെയ്യുന്നത്. ഇനി ഈ ഡെപ്ത് ഓഫ് ഇൻഫ്ലുവൻസ് ഓൺ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലോഡിങ്ങിനെ, ഷേപ്പ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ദ ലോഡഡ് ഏരിയ, സോയിൽ പ്രൊഫൈലിനെ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ, ഇതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെ ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഇപ്പോൾ മൾട്ടി സ്റ്റോറി സ്ട്രക്ചർ ആണ് വരാൻ പോണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഡെപ്ത് നോക്കും. അതുപോലെ എങ്ങനെയാണ് ലോഡിങ് വരുന്നത്, എങ്ങനെയാണ് ലോഡഡ് ഏരിയ ഡിസ്പോസിഷൻ ചെയ്യുന്നത്, അവിടുത്തെ സോയിൽ പ്രൊഫൈൽ എങ്ങനെയാണ്, അതുപോലെ അവിടുത്തെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ, ഇതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി വേറൊരു ടേമാണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് വെച്ചാൽ നമ്മളൊരു ലോഡ് കൊടുത്തു മേളിന്, ആ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഇമ്പാക്ട് ശരിക്കും എവിടെ ഏത് ഡെപ്ത് വരെയാണോ ഉള്ളത് അതാണ് ശരിക്കും സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് ആ ലോഡ് കാരണം സിഗ്നിഫിക്കന്റ് സെറ്റിൽമെന്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഷിയർ സ്ട്രെസ് വരുന്ന ഡെപ്ത്, അത്രയും ഡെപ്ത് ആണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ടോപ്പിൽ നിന്ന് ആ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ഡെപ്ത്, സിഗ്നിഫിക്കന്റ് സെറ്റിൽമെന്റ് ആൻഡ് ഷിയർ സ്ട്രെസ്
due to superimposed load exists. ആ പോയിന്റ് വരെയുള്ള ഡെപ്തിനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത്. ഇനി ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷന്റെ വാല്യൂസ് ഉണ്ട് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ അനുസരിച്ച്. അതായത് ഇപ്പോൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണെങ്കിൽ 1.5 ടൈംസ് വിത്ത് അത്രയുമെങ്കിൽ നമ്മൾ താഴോട്ട് നോക്കിയിരിക്കണം, മീൻസ് ബോർഹോൾ ഡ്രിൽ ചെയ്തിരിക്കണം. ഇനി അഡ്ജസൻറ്റ് ഫൂട്ടിംഗ് വിത്ത് ക്ലിയർ സ്പേസിംഗ് ലെസ് ദാൻ 2B ആണെങ്കിൽ 1.5 L. Then pile and well foundation. Pile and well foundationൽ 1.5 times width of the structure from the bearing level or top of the pile or bottom of the level. അതായത് ഇതിൽ തന്നെ പൈലിൽ തന്നെ 2 ടൈപ്സ് വരുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും എൻ ബെയറിംഗ് പൈലും ഫ്രിക്ഷൻ പൈലും. അതിൽ എൻ ബെയറിംഗ് പൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടത്തിൽ മീൻസ് നമ്മൾ മേളിൽ നിന്ന് കൊടുക്കുന്ന ലോഡ് കാരണം റെസിസ്റ്റ് ചെയ്യുന്നത് ബോട്ടം വഴിയാണ് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനാണ് എൻ ബെയറിംഗ് പൈൽ, അല്ലെങ്കിൽ എൻ ബെയറിംഗ് ആക്ഷൻ കാരണമാണ് റെസിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് എൻ ബെയറിംഗ് പൈൽ. ഫ്രിക്ഷൻ പൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ആക്ഷൻ കാരണം റെസിസ്റ്റ് ചെയ്യുന്നതിനാണ് ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്നത്. സോ ഫ്രിക്ഷൻ പൈലാണെങ്കിൽ ഇതാണ് നമ്മുടെ പൈൽ എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എൻ ബെയറിംഗ് പൈലാണെങ്കിൽ ഈ ബോട്ടത്തിൽ നിന്ന് 1.5 1.5B എങ്കിലും നമ്മൾ താഴോട്ട് ഡ്രിൽ ചെയ്തിരിക്കണം. അതേസമയം ഫ്രിക്ഷൻ പൈലാണെങ്കിൽ 1.5B തന്നെയാണ്, പക്ഷെ മെഷേർഡ് ഫ്രം ലോവർ തേർഡ് പോയിന്റ്, അതായത് ഇതാണ് 1.5B. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ D/3 ആണ്. ഈ ലോവർ തേർഡ് പോയിന്റ് D/3 ഡിസ്റ്റൻസിൽ നിന്ന് താഴോട്ട് 1.5B നമ്മൾ മെഷർ ചെയ്തിരിക്കണം. ഇത് ഫ്രിക്ഷൻ പൈൽ. ഇനി എൻ ബെയറിംഗ് പൈലാണെങ്കിൽ ഏറ്റവും ബോട്ടം പോയിന്റിൽ നിന്ന് താഴോട്ട് 1.5B മെഷർ ചെയ്താൽ മതി. സോ ലോവർ തേർഡ് പോയിന്റ് നിന്നാണ് നമ്മൾ ഫ്രിക്ഷൻ പൈലിൽ 1.5B എടുക്കുന്നത്. എൻ ബെയറിംഗ് പൈലാകുമ്പോഴത്തേക്കും ബോട്ടത്തിൽ നിന്നാണ് നമ്മൾ 1.5B മെഷർ ചെയ്യുന്നത്. ഇനി റോഡ് കട്ട് ആണെങ്കിൽ നമ്മൾ ബോട്ടം വിഡ്ത്ത് ഓഫ് ദ കട്ട് ആണ് നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ആയിട്ട് എടുക്കുന്നത്. ദെൻ ഫിൽ ആണെങ്കിൽ 2 meter ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ഓർ ഹൈറ്റ് ഓഫ് ദ ഫിൽ, വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. ഇനി അടുത്ത സ്പേസിംഗ് ഓഫ് ബോറിങ്സ്. സ്പേസിംഗ് ഓഫ് ബോറിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡെപ്ത് ആണ് പറഞ്ഞത്, അതായത് എത്ര ഡെപ്ത് വരെ ഈ ബോർഹോൾ നമ്മൾ ഡ്രിൽ ചെയ്യണം. ഇനി സ്പേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബോർഹോൾ അല്ലെങ്കിൽ ഒരു ബോർഹോൾ കഴിഞ്ഞാൽ അടുത്ത ബോർഹോൾ എവിടെ കൊടുക്കണം നമ്മൾ സ്ട്രാറ്റ അല്ലെങ്കിൽ സോയിലിന്റെ പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്. സോ ഈ സ്പേസിംഗ് ഓഫ് ദ ബോർഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും സോയിലിന്റെ ഹൊറിസോണ്ടൽ പ്രൊഫൈൽ വേരിയേഷൻ അതാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ നമ്മൾ വെർട്ടിക്കൽ പ്രൊഫൈൽ സോയിലിന്റെ വെർട്ടിക്കൽ പ്രൊഫൈൽ വേരിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻലി എക്സ്റ്റെന്റ് ഓഫ് ദ സൈറ്റ് ആൻഡ് നേച്ചർ ഓഫ് ദ സ്ട്രക്ചേഴ്സ് കമ്മിങ് ഓൺ ഇറ്റ്. Then for a compact building site covering an area of about 0.4 hectare, 1 borehole or trial pit in each corner and 1 in the center. അതായത് കോമ്പാക്ട് ബിൽഡിംഗ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ബിൽഡിംഗ് എങ്കിൽ ഇവിടെ ഒരു ബോർഹോള്, ഇവിടെ ഒരു ബോർഹോള്, ഇവിടെ ഒരു ബോർഹോള്, ഇവിടെ ഒരു ബോർഹോള്, ഈ സെന്ററിൽ ഒരു ബോർഹോൾ. അതായത് 4 കോർണറിലും ഓരോ ബോർഹോളും പിന്നെ സെന്ററിൽ ഒരു ബോർഹോളും ആണ് നമ്മൾ കൊടുക്കുന്നത്.
ഇനി നമ്മുടെ സ്മോളർ ബിൽഡിങ്ങിലാണെങ്കിൽ സെന്ററിൽ മാത്രം ഒരു ബോർഹോൾ അത്രയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇനി ഹൈവേയിലാവുമ്പോഴത്തേക്കും നമ്മൾ 300 to 600 മീറ്റർ ആണ് സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യാറ്. എർത്ത് ഡാമിലാവുമ്പോഴത്തേക്കും 30 to 60 മീറ്റർ, ബോറോപിറ്റിലാവുമ്പോൾ 30 to 120 മീറ്റർ, മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആകുമ്പോൾ 15 to 30 മീറ്റർ ആൻഡ് സിംഗിൾ സ്റ്റോറേജ് ബിൽഡിംഗ് ആകുമ്പോൾ 30 to 90 മീറ്റർ. ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. സോ വാല്യൂസ് പഠിച്ചു വെക്കുക. സോ ഇതിൽ മെയിൻലി ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ഈ കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് ബോസിനസ് ഐസോട്രോപിക് ആണ് അസ്യൂം ചെയ്തേക്കുന്നത്, വെസ്റ്റർഗാർഡ് സ്ട്രാറ്റിഫൈഡ് ആണ് അസ്യൂം ചെയ്തേക്കുന്നത്. പിന്നെ പറഞ്ഞത് ലാറ്ററൽ എർത്ത് പ്രഷർ. എന്താണ് എർത്ത് പ്രഷർ എന്ന് പഠിക്കുക. ഈ ടേം ബാക്ക് ഫിൽ എന്തായിരുന്നു, റിട്ടേണിംഗ് വാൾ റിട്ടേൺ ചെയ്യുന്ന സോയിൽ, അതാണ് ബാക്ക് ഫിൽ, അത് പഠിക്കുക. പിന്നെ എവേ ഫ്രം, അത് മൂവ്മെന്റ് ഓർക്കുക. റിട്ടേണിംഗ് വാൾ എവേ ഫ്രം ദി ബാക്ക് ഫിൽ ആണെങ്കിൽ ആക്റ്റീവ്, റിട്ടേണിംഗ് വാൾ ടുവാർഡ്സ് ദി ബാക്ക് ഫിൽ ആണെങ്കിൽ പാസീവ്. ദെൻ ഈ ഓർഡർ ഇത് ആക്റ്റീവ് ആണ് ഏറ്റവും ലീസ്റ്റ്, പിന്നെ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, പിന്നെ പാസീവ് എർത്ത് പ്രഷർ. പിന്നെ ഞാൻ വേറൊരു കോഎഫിഷ്യന്റ് കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. അതായത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, അതിന്റെ കോഎഫിഷ്യന്റ് ആണ് അറ്റ് റെസ്റ്റ് എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ്. അത് ഡിനോട്ട് ചെയ്യുന്നത് K0 കൊണ്ടാണ്. K0 എന്നാണ് അതിന് ഡിനോട്ട് ചെയ്യണത്. അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് sin phi. 1 മൈനസ് സൈൻ ഫൈ മാത്രമേ ഉള്ളൂ. K ആയപ്പോൾ എന്തായിരുന്നു 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ. ദെൻ KP ആയപ്പോൾ 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ. അപ്പൊ അത് പഠിച്ചു വെക്കുക, അത് ചോദിക്കാറുണ്ട്. അതുപോലെ കെയുടെ വാല്യൂ എന്താണ്, KPയുടെ വാല്യൂ എന്താ. അപ്പൊ K0യുടെ വാല്യൂ ചോദിക്കാം. 30 ഡിഗ്രി ആണെങ്കിൽ സൈൻ 1 മൈനസ് സൈൻ 30 അല്ലേ. സോ 1 മൈനസ് 0.5. സോ 0.5 തന്നെയാണ് നമ്മുടെ K0യുടെ വാല്യൂ. കെയുടെ വാല്യൂ എത്രയാ 0.333. ഇനി KPയുടെ വാല്യൂ എത്രയാ വരിക 3 ആണ് വരിക. അത്രയും വാല്യൂ 30 ഡിഗ്രിയുടെ വാല്യൂ. സോ 30 ഡിഗ്രിയുടെ വാല്യൂ എന്തായാലും പഠിച്ചു വെക്കുക, അത് ചോദിക്കാറുണ്ട്. പിന്നെ KP എന്ന് വെച്ചാൽ 1/Ka ആണ്. പിന്നെ റാങ്കൈൻസിന്റെ അസംഷനിൽ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം എന്നൊരു ടേം എന്തായാലും ഓർത്തു വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ആണ് റാങ്കൈൻസ് തിയറിയിൽ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ആക്റ്റീവ് എർത്ത് പ്രഷർ K ഗാമൈസ്. അല്ലാണ്ട് പ്രോബ്ലം ആയിട്ട് ഇത് പഠിക്കാൻ ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ ഫിഗർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അത് വരുന്നത് എന്ന രീതിക്ക്. ആ കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. അതുപോലെ വാട്ടർ ടേബിൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ടർ പ്രഷറിന്റെ കൂടെ എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യില്ല. സർചാർജ് ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ KQ പ്ലസ് KA ഗാമ H. ദെൻ ഈക്വേഷൻ ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കോഹസീവ് സോയിലാകുമ്പോഴത്തേക്ക് എങ്ങനെയാ വരിക, -2c√K എന്ന് വരും. സോ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് ദാറ്റ് ഈസ് ZC ദിസ് 2c by gamma root K. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡെപ്ത് ഓഫ് അൺസപ്പോർട്ടഡ് കട്ട് ഓർ ക്രിട്ടിക്കൽ ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 2ZC ദാറ്റ് ഈസ് 4c by gamma root K. അത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ പാസീവിലാകുമ്പോൾ ടെൻഷൻ വരുന്നില്ല, കംപ്രഷൻ തന്നെയാണ് വരുന്നത്. ഒരു +2c√K ആണ് വരുള്ളൂ. പിന്നെ കൂളംസ് തിയറിയിൽ ഒരു സ്ലൈഡിംഗ് വെഡ്ജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെയിലിയർ വെഡ്ജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇവിടെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, റീറ്റൈനിങ് വാളും സോയിലും തമ്മിലുള്ള ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ബെയറിംഗ് കപ്പാസിറ്റി, അതിൽ ഈ ടേംസ് പഠിച്ചു വെക്കുക. അൾട്ടിമേറ്റ്, നെറ്റ് അൾട്ടിമേറ്റ്, നെറ്റ് സേഫ്, ഗ്രോസ് സേഫ്. പിന്നെ സേഫ് ബെയറിംഗ് പ്രഷർ, അലൗബിൾ ബെയറിംഗ് പ്രഷർ. പിന്നെ ഈ മെത്തേഡ്സിന്റെ പേര്, Terzaghi's method, Meyerhof method, then Weissig's method.
ഹാൻസൻസ് മെത്തേഡ്, IS 6403 മെത്തേഡ്. പിന്നെ പ്ലേറ്റ് ലോ ടെസ്റ്റ് ഉണ്ട്, പെനട്രേഷൻ ടെസ്റ്റ് ഉണ്ട്, സ്കെംറ്റൻസ് മെത്തേഡ് ഉണ്ട്. പെനട്രേഷൻ തന്നെ സ്റ്റാറ്റിക് കോൺ പെനട്രേഷൻ ടെസ്റ്റ് ഉണ്ട്, ഡൈനാമിക് കോൺ പെനട്രേഷൻ ടെസ്റ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് ഉണ്ട്. ടെർസാഗീസ് മെത്തേഡിൽ അസംഷൻസിൽ നമ്മൾ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ ആണ് മെയിൻലി പറയുന്നത്. അതിന് നമ്മളെ ഇക്വേഷൻ എന്തായിരുന്നു? CNC പ്ലസ് ഗാമ DF NQ പ്ലസ് 0.5 B ഗാമ N ഗാമ. കോഹസി സോയിൽ ആകുമ്പോഴത്തേക്കും N ഗാമ 0 ആയി. ഈ NC NQ N ഗാമ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫൈനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, അതായത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണ്, the soil is foundation is resting at the ground surface, okay, and the cohesion of the soil is എത്രയെങ്കിലും 30 kilopascal no, NC value is എത്രയെങ്കിലും വാല്യൂ വന്നിട്ടുണ്ട്. then find ultimate bearing capacity for pure clay എന്നും കൂടിയാണ് ചോദിച്ചേക്കണത് ഇരിക്കട്ടെ. പ്യുവർ ക്ലേക്ക് എന്ത് സംഭവിച്ചു? ഈ ടേം 0 ആയി, അതായത് N ഗാമ 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി. പിന്നെയുള്ളത് എന്താണ് എടുക്കേണ്ടത്? CNC പ്ലസ് ഗാമ DF NQ. പക്ഷെ നിങ്ങൾക്ക് DFന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? നമുക്ക് തന്നേക്കുന്ന ആ ഒരു സെന്റൻസ് നോക്കുക. The foundation is resting at the ground surface. ഗ്രൗണ്ട് സർഫസിൽ നിന്ന് ഫൗണ്ടേഷന്റെ ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് DF. പക്ഷെ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഫൗണ്ടേഷൻ ഈസ് റെസ്റ്റിംഗ് അറ്റ് ദി ഗ്രൗണ്ട് സർഫസ് എന്നാണ്. ഗ്രൗണ്ട് സർഫസിലാണ് ഫൗണ്ടേഷന്റെ ബേസ്. അപ്പൊ DFന്റെ വാല്യൂ എന്തായി? 0 ആയി. ഓക്കെ, അതായത് ശരിക്കും ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സർഫസ്. ഈ ഗ്രൗണ്ട് സർഫസിലാണ് ഫൗണ്ടേഷന്റെ ബേസ് വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ DFന്റെ വാല്യൂ ഉണ്ടാവോ? ഈ ഗ്രൗണ്ട് സർഫസിന്റെ താഴോട്ട്, ഗ്രൗണ്ട് സർഫസ് തൊട്ട് നമ്മുടെ ബേസ് വരെ ഡിസ്റ്റൻസ് ആണ് ശരിക്കും DF. ഫൗണ്ടേഷൻ ഗ്രൗണ്ട് സർഫസിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് DFന്റെ വാല്യൂ 0 ആയി. അതൊന്ന് ഓർക്കുക, ചോദിക്കുമോ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത്. സോ നമുക്ക് CNC എന്ന ടേം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ കോഹഷനും NC മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് QU കിട്ടി. അങ്ങനെ ഓർക്കുക. പിന്നെ കോഹഷൻലെസ് സോയിൽ ആകുമ്പോഴത്തേക്കും സിയുടെ വാല്യൂ 0 ആണ്. സോ ഇങ്ങനെ വരും. ദെൻ സ്ക്വയർ ഫൂട്ടിംഗ് ആവും അല്ലെങ്കിൽ സർക്കുലർ ഫൂട്ടിംഗ് ആവുമ്പോൾ 1.3 CNC അല്ലെങ്കിൽ 1.2 CNC എടുക്കാം. സ്ക്വയർ ആവുമ്പോൾ 0.4ഉം സർക്കുലർ ആവുമ്പോൾ 0.3ഉം. അത് ഓർക്കുക. പിന്നെ വാട്ടർ ടേബിൾ വരുന്ന കണ്ടീഷൻ അത് ഫിഗർ വെച്ച് വരച്ച് നോക്കി തന്നെ ചെയ്യാം. കാരണം ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കരുത്. ഈ ഒരു ടേം സെക്കൻഡ് ടേം ആണെന്ന് ഓർക്കുക ഈ ഒരു പോർഷനിൽ വരുന്നത്. സോ ഗാമ DW പ്ലസ് ഗാമ ഡാഷ് A NQ plus 0.5 B gamma dash N gamma. Then വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവൽ ആകുമ്പോഴത്തേക്കും ഇവിടെയും ഗാമ ഡാഷ് DF NQ പ്ലസ് 0.5 B gamma dash N gamma. ഇവിടെ ആകുമ്പോൾ എന്ത് വരും? ഗാമ DF CNC പ്ലസ് ഗാമ DF NQ പ്ലസ് 0.5 B gamma dash N gamma. പിന്നെ ഇവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഗാമ ബാർ എന്നൊരു ടേം വരും. ഗാമ ബാർ ഇസ് ഈക്വൽ ടു ഗാമ ഡാഷ് പ്ലസ് B ബൈ B ഇൻറ്റു ഗാമ മൈനസ് ഗാമ ഡാഷ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഇതാണ് മെയിൻലി. പിന്നെ ഉള്ളത് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് പിന്നെയുള്ള ജിയോടെക്നിക് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ എന്തിനു വേണ്ടിയാണ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് അത് പറഞ്ഞു. സോയിലിന്റെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ, വാട്ടർ ടേബിൾ പ്രസൻസ് എവിടെയാണ്, ബെയറിംഗ് കപ്പാസിറ്റി, ലാറ്ററൽ എർത്ത് പ്രഷർ, പെർമിയബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, അങ്ങനെ സോയിലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കാൻ. അതിൽ ഡയറക്റ്റ് ഉണ്ട്, സെമി ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഡയറക്റ്റിനകത്ത് ട്രയൽ പിറ്റ് ഒന്നും നമ്മൾ അത് യൂസ് ചെയ്യാത്ത മെത്തേഡാണ്. ജസ്റ്റ് ഒരു വിഷ്വൽ ഇൻസ്പെക്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെയുള്ള സെമി ഡയറക്റ്റിലെ ഓഗർ ബോറിംഗ് ഇത് ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് ഓപ്പറേറ്റഡ് ഓഗർ ആണെങ്കിൽ 3 to 5 മീറ്റർ ആണ്. ഇനി മെഷീൻ ഓപ്പറേറ്റഡ് ആണെങ്കിൽ 12 മീറ്റർ വരെ നമുക്ക് യൂസ് ചെയ്യാം. 12 മീറ്ററിന് മേലെ നമുക്ക് ഓഗർ ബോറിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. നിൽക്കണം, അതായത് ഗ്രാവലിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അൺസപ്പോർട്ടഡ് ആയിട്ട് നിൽക്കുന്ന കേസിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം കേസിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ വാഷ് ബോറിംഗിലാവുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ആണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഗ്രാവലോ ബൗൾഡറോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അവിടെ.
പെർക്കുഷൻ ഡ്രില്ലിംഗ് ആകുമ്പോൾ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലൂസ് സാൻഡ് ആൻഡ് ഇസ് സ്ലോ ഇൻ പ്ലാസ്റ്റിക് ക്ലേ. മെയിൻലി യൂസ് ചെയ്യുന്നത് സ്റ്റിഫ് സോയിലും റോക്കിലും ആണ്. റോട്ടറി ഡ്രില്ലിംഗ് ആകുമ്പോഴും റോക്ക് കോർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഇൻഫ്ലുവൻസ് ഓൺ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത് അത് ഓർക്കുക. സിഗ്നിഫിക്കൻറ്റ് സെറ്റിൽമെന്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഷിയർ സ്ട്രെസ് എവിടം വരെ ഉണ്ടോ ആ ഒരു ഡെപ്തിനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനും എങ്ങനെയാണ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പഠിക്കുക. പിന്നെ സ്പേസിങ്, അത് എന്തിനു വേണ്ടിയിട്ടാ? ഹൊറിസോണ്ടൽ പ്രൊഫൈലിന്റെ വേരിയേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ സ്പേസിങ് കണ്ടുപിടിക്കുന്നത്. പിന്നെയുള്ള സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.